ചിത്തിര. സജ്ജനങ്ങളെ ബഹുമാനിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർ ഭൂരിഭാഗവും മാതൃഭക്തരാണ്. പിതാവിനെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ കുറവായിട്ടാണ് പൊതുവെ കാണുന്നത്. എങ്കിലും പിതാവിനെ ഇവർക്ക് ബഹുമാനമാണ്. ജനിച്ച നാടും വീടും വിട്ടുള്ള ജീവിതമായിരിക്കും. ജനിച്ച വീട് നഷ്ടപ്പെടുകയോ മാറ്റിപ്പണുകയോ ചെയ്യാറുണ്ട്. ഏതായാലും ചിത്തിര പിറന്നാൽ അക്കുടിനാശമെന്നും ചിത്തിര പിറന്നാൽ അത്തറ തോണ്ടും എന്നുമുള്ള പഴഞ്ചൊല്ലിൽ പതിരില്ലെന്നതാണ് സത്യം. കുശാകര ബുദ്ധിക്കാരായ ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വാക്സാമർഥ്യമുള്ളവനായും സ്ത്രീജിതനായും സാഹസകർമ്മങ്ങളിൽ താൽപ്പര്യമുള്ളവനായും ഭവിക്കും. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഇവർ വിജയിക്കുന്നു. ഇവർ സ്വന്തം തീരുമാനങ്ങളനുസരിച്ചേ പ്രവർത്തിക്കുകയുള്ളൂ. സങ്കുചിത മനസ്ഥിതിക്കാരാണ്. മധ്യവയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ പുരോഗതി കാണപ്പെടുന്നത്. ആരോപണങ്ങൾക്കും അപവാദങ്ങൾക്കും വിധേയരാകേണ്ടതായി വരും. അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള മനഃശക്തിയുണ്ട്. ആപത്തുഘട്ടങ്ങളിൽ അന്യരുടെ സഹായം ലഭിക്കും. ദാമ്പത്തിക ജീവിതം സന്തോഷപ്രദമായിരിക്കില്ല. ഇവർ സാഹസ പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരികളും ആഭരണങ്ങളിൽ കമ്പമുള്ളവരുമാണ്. സംതൃപ്തകരമായ ദാമ്പത്തിക ജീവിതം വിരളമായിട്ടേ കണ്ടുവരാറുള്ളൂ. ഭൂരിപക്ഷവും ദുരിതപൂർണമായ ജീവിതം നയിക്കുവാൻ വിധിക്കപ്പെട്ട ജന്മമാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ ദേവത തൃഷ്ടാവാണ്. ഗണം ആസുരം. യോനി സ്ത്രീ. മൃഗം ആൾപുലി. ഭൂതം അഗ്നി. പക്ഷി കാക്ക. വൃക്ഷം കൂവളം. ദശാനാഥൻ ചൊവ്വയാണ്. തുടർന്ന് രാഹുദശ 18, വ്യാഴദശ 16, ശനിദശ 19, ബുധദശ 17, കേതുദശ 7, ശുക്രൻ 20 എന്നിങ്ങനെ ദശാകാലങ്ങൾ ക്രമത്തിൽ വരും. ചിത്തിര നക്ഷത്രക്കാർ വിശാഖം, കേട്ട, പൂരാടം നക്ഷത്രങ്ങളും കന്നിക്കൂറിൽ ജനിച്ചവർ അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദവും തുലാക്കൂറിൽ ജനിച്ചവർ കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണി, മകൈരത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളും ശുഭകർമ്മങ്ങൾക്ക് ഒഴിവാക്കണം. ചിത്തിര നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ: കൃഷി, വ്യാപാരം, അന്നപ്രാശം, ഗ്രഹാരംഭം, ഗ്രഹപ്രവേശം, വിദ്യാരംഭം. സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷ നക്ഷത്രങ്ങൾ: ചിത്തിര ആദ്യ പകുതി കന്നിക്കൂറിന് കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർദം, ആയില്യം, മകം, ഉത്രം, അത്തം, മൂലം, ചതയം. ചിത്തിര അന്ത്യപകുതി തുലാക്കൂറിന് കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർദം, ആയില്യം, മകം, ഉത്രം, അത്തം എന്നിവയാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ചുവന്ന പവിഴം ധരിക്കാവുന്നതാണ്. 2026 വർഷത്തെ ഫലങ്ങൾ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ ഫലങ്ങൾ. കാർഷിക വൃത്തിയിൽ നിന്ന് തെറ്റില്ലാത്ത ലാഭം ലഭിക്കാം. പ്രകൃതി ചികിത്സാ രീതിയിലും വ്യായാമവും ശീലമാക്കുന്നതിലൂടെ ആരോഗ്യം വീണ്ടെടുക്കും. സർക്കാർ തീരുമാനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തും. കുടുംബാംഗങ്ങളുടെ കൂടെ നിൽക്കുവാൻ സാധിക്കും. കർമ്മമേഖലയിൽ ഉന്നത പദവി അലങ്കരിക്കും. രോഗികൾക്ക് രോഗശാന്തി ലഭിക്കും. മനസ്സ് കലുഷിതമാകും. സന്താനങ്ങളെ ചൊല്ലി ആദി പിടിക്കും. അവരുടെ കാര്യങ്ങൾക്കായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും. മാതാവിൻ്റെ രോഗം കലശലാകും. മംഗളകർമ്മങ്ങളിലും വിരുന്നു സൽക്കാരങ്ങളിലും പങ്കെടുക്കും. ഉന്നതരുമായുള്ള പരിചയം ഗുണം ചെയ്യും. ദീർഘകാലത്തിന് ശേഷം ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ സാധിക്കും. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും. മക്കളുടെ ഉയർച്ചയിൽ അഭിമാനിക്കും. പരിഹാരം: വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുക. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ ഫലങ്ങൾ. വീടും വസ്തുവും വിൽക്കുവാൻ തീരുമാനമെടുക്കും. വിദേശത്തുള്ളവർ മുഖേന ധനം വന്നു ചേരും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മനസ്സിന് ആനന്ദം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉത്സാഹം കാണിക്കും. വ്യാപാര, വ്യവസായ, വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും. വിദ്യാർത്ഥികൾക്കും ഗവേഷണ രംഗത്തുള്ളവർക്കും അനുകൂല സമയമാണ്. ആധ്യാത്മിക കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തും. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും. വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ പ്രവേശനം ലഭിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമല്ല. പരിഹാരം: ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ. ഭൂമിക്ക് വേണ്ടി പണം മുടക്കാനിടയുണ്ട്. യുവാക്കളുടെ വിവാഹക്കാര്യത്തിൽ തീരുമാനമെടുക്കും. സുഖഭോഗങ്ങൾക്കായി പണം ചെലവഴിക്കും. നയപരമായും ആത്മാർത്ഥമായും കാര്യങ്ങളെ സമീപിക്കുന്നതിലൂടെ ശത്രുക്കളെപ്പോലും വരുതിയിലാക്കുവാൻ സാധിക്കും. വ്യാപാര ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും. ഏറ്റെടുത്ത കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കും. വീടിൻ്റെ വാസ്തുശാസ്ത്രപരമായ കുറവുകൾക്ക് നിവൃത്തിയുണ്ടാകും. കാര്യങ്ങൾ അനുകൂലമാകുന്നതിൽ മനസ്സ് സന്തോഷിക്കും.
ഓഹരികളിൽ വിജയമുണ്ടാകും. സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയുള്ള അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരും. പരിഹാരം: വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുക. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ ഫലങ്ങൾ. കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവരെ സഹായിക്കാൻ തീരുമാനിക്കും. ഏറ്റെടുത്ത കാര്യങ്ങളിൽ ശുഷ്കാന്തി കാണിക്കുന്നതിനാൽ പലരാലും ചോദ്യം ചെയ്യപ്പെടുകയും അത് മനോവിഷമത്തിന് ഇടയാക്കുകയും ചെയ്യും. വിദേശത്തെ തൊഴിൽ നഷ്ടപ്പെട്ട് തിരികെ വരുന്നവർക്ക് വീണ്ടും വിദേശത്ത് പോകുവാൻ സാധിക്കും. കൂട്ടു ബിസിനസ്സിൽ നിന്ന് പിന്മാറി മറ്റ് കർമ്മമേഖലകൾ തിരഞ്ഞെടുക്കുകയും ആ സംരംഭം വിജയത്തിലെത്തിക്കുവാൻ കഠിനമായി പ്രയത്നിക്കുകയും ചെയ്യും. ആദായം ഉദ്ദേശിച്ച് ചെയ്യുന്ന പല പ്രവൃത്തികളും നഷ്ടത്തിലേക്ക് പോകും. വീട് വിട്ട് നിൽക്കേണ്ട സന്ദർഭങ്ങളുണ്ടാകും. ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. പരിഹാരമായി ശിവന് പിൻവിളക്ക് നടത്തുക.